കോളേജിൽ രാഷ്ട്രീയവും യൂണിയൻ പ്രവർത്തന സ്വാതന്ത്ര്യവും നിഷേധിക്കാൻ നേതൃത്വം നൽകുന്നത് ഷൊർണൂർ ഡിവൈഎസ്പിയും സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരും ഇടത് അധ്യാപകരുമെന്ന് KSU. കോളേജിൽ SFIക്ക് അധികാരം നഷ്ടപ്പെട്ടതു മുതൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് KSU പ്രവർത്തകരെ വേട്ടയാടുകയാണെന്നും KSU ഒറ്റപ്പാലം അസംബ്ലി പ്രസിഡന്റ് B. ജിത്തു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അതായത് അവിടുത്തെ ഈ ഒറ്റപ്പാലം NSS കോളേജ് കാലങ്ങളായി KSU കാലങ്ങളായിട്ട് SFI ആയിരുന്നു. ഇപ്പൊ 51 വർഷത്തിന് ശേഷം 2 ടേമായി ഇപ്പൊ KSU യൂണിയനാണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളും അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ SFI മറ്റേ KSU യൂണിയൻ കൃത്യമായി ചെയ്തു പോവാണ്. അവിടെ നിരന്തരമായി സംഘർഷ സാധ്യത നിലനിൽക്കുന്ന, അതായത് ഒരു പ്രകോപനവും ഇല്ലാതെ KSUക്കാരെ ആക്രമിക്കുക അവിടെ അതിനകത്ത്. ആ ആക്രമിക്കുന്നതിന്റെ ആ സമയത്ത് ഡിവൈഎസ്പി ഉൾപ്പെടെ ഈ സ്പെഷ്യൽ ബ്രാഞ്ച് ASI ഉൾപ്പെടെ ആളുകൾ അവിടെ വരിക. അതിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റാഫ് മീറ്റിംഗ് വിളിക്കുന്നത് അവിടുത്തെ പ്രിൻസിപ്പാളും ബാക്കിയുള്ള ആളുകളാണല്ലോ. ഡിവൈഎസ്പി നേരിട്ട് വന്നിട്ടാണ് കഴിഞ്ഞ ദിവസം അവിടെ സ്റ്റാഫ് മീറ്റിംഗ് വിളിച്ചത്. നിസ്സാര കാര്യത്തിന് പോലും KSU പ്രവർത്തകരെ വേട്ടയാടുന്ന പോലീസും കോളേജ് അധികാരികളും KSU പ്രവർത്തകരും വിദ്യാർത്ഥികളും റാങ്കിംഗ് സെല്ലിന് കൊടുത്ത പരാതി മുക്കിയെന്നും KSU ഒറ്റപ്പാലം അസംബ്ലി പ്രസിഡന്റ് B. ജിത്തു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഒറ്റപ്പാലം NSS കോളേജിൽ SFIക്ക് അധികാരം നഷ്ടപ്പെട്ടതു മുതൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് KSU പ്രവർത്തകരെ വേട്ടയാടുകയാണ്. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് പോലും അട്ടിമറിക്കാൻ ശ്രമിച്ചു. മുൻ പ്രിൻസിപ്പളും റിട്ടേണിംഗ് ഓഫീസറുമായ അധ്യാപികയും ഡിവൈഎസ്പിയും ഒത്തുചേർന്നാണ് SFIക്ക് വേണ്ടി പ്രവർത്തിച്ചത്. കോളേജിൽ PTA മീറ്റിംഗ് വിളിച്ചു ചേർക്കുന്നത് പോലും ഡിവൈഎസ്പിയാണ്. ഇത്തരത്തിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ വെച്ച മുൻ പ്രിൻസിപ്പലിനെ അധിക്ഷേപിക്കുകയും ചെയ്തു. ഒറ്റപ്പാലം NSS കോളേജിൽ 2023 23 വർഷത്തിന് ശേഷം KSU കോളേജ് യൂണിയൻ പിടിച്ചെടുത്തത് മുതൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ക്രൂരമായ അനുഭവമാണ് ഉണ്ടാവുന്നത്. CPMന്റെ സജീവ പ്രവർത്തകനായിരുന്ന ഷൊർണൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് ASIയുമായി ചേർന്ന് മനഃപൂർവ്വം KSU പ്രവർത്തകരെ കേസിൽ കുടുക്കുകയാണ്. നിയമവിരുദ്ധ പ്രവർത്തനത്തിന്റെ പേരിൽ സസ്പെൻഷനിലായിരുന്ന ഡിവൈഎസ്പിക്ക് CPM നൽകിയ സംരക്ഷണത്തിന് ഡിവൈഎസ്പി ഉപകാരം ചെയ്യുകയാണ്. ചെറിയ വാക്കേറ്റമോ ഉന്തും തള്ളവും നടന്നാൽ പോലും ജാമ്യമില്ലാത്ത കേസെടുത്ത് ജയിലിൽ അടയ്ക്കാനുള്ള ശ്രമമാണ് ഡിവൈഎസ്പി നടത്തുന്നത്. 2ാം വർഷ SFI പ്രവർത്തകനെ 1ാം വർഷ KSU വിദ്യാർത്ഥികൾ മർദ്ദിച്ചു കൊല്ലാൻ ശ്രമിച്ചു എന്ന കേസ് പേരിൽ രാഷ്ട്രീയ പ്രേരിതമായിരുന്നു. കോളേജിലെ നിത്യേനയുള്ള നല്ല കാര്യങ്ങളും പോലീസ് ഇടപെടുകയും സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ വരികയും KSU പ്രവർത്തകരെ മാറ്റി നിർത്തി ഭീഷണിപ്പെടുത്തുകയും ചെയ്യുകയാണ്. നിരവധി ആരോപണങ്ങൾ നേരിടുന്ന ഈ ഉദ്യോഗസ്ഥൻ ഇനിയും ഈ സ്ഥാനത്ത് തുടർന്നാൽ അത് വലിയ അപകടം വിദ്യാർത്ഥികൾക്കുണ്ടാക്കും. ഇക്കഴിഞ്ഞ ജൂലൈ 1 കോളേജിൽ ആന്റി റാഗിംഗ് സെല്ലിന് പരാതി കൊടുക്കാൻ പോയ KSUക്കാരെ പോലീസിന് മുന്നിലിട്ട് SFI പ്രവർത്തകർ മർദ്ദിച്ചിരുന്നു. സംഭവത്തിൽ 2 കൂട്ടർക്കുമെതിരെ കേസെടുത്ത പോലീസ് ഉദ്യോഗസ്ഥനായ പ്രൊഫഷൻ SIയെ അവിടെ നിന്ന് സ്ഥലം മാറ്റി. ഇങ്ങനെ തന്റെ താല്പര്യത്തിനനുസരിച്ച് നിൽക്കാത്ത എല്ലാവരെയും ഇത്തരത്തിലാണ് ഡിവൈഎസ്പി നേരിടുന്നത്. പോലീസ് നടപടിക്കെതിരെ KSU തുടർ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കും. പോലീസ് സ്റ്റേഷൻ മാർച്ചിന് ശേഷവും നടപടി ഉണ്ടായില്ലെങ്കിൽ ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തും. ഇതിനു പുറമെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും KSU നേതാക്കൾ വ്യക്തമാക്കി. വാർത്താ സമ്മേളനത്തിൽ KSU ജില്ലാ പ്രസിഡന്റ് നിഖിൽ കണ്ണാടിയും KSU യൂണിറ്റ് സെക്രട്ടറി M. ഫഹദും പങ്കെടുത്തു. ഇത് ഈ കേസ് നടക്കുന്നതിന് മുമ്പും KSU വിദ്യാർത്ഥികൾ റാങ്കിങ്ങിന് പരാതി കൊടുത്തിട്ടുണ്ട് ക്യാമ്പസിൽ നിരവധി തവണ. അത് KSU വിദ്യാർത്ഥികൾ മാത്രമല്ല, അതല്ലാത്ത വിദ്യാർത്ഥികളും അവിടെ പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും അന്നത്തെ പ്രിൻസിപ്പള് ഗൗനിച്ചില്ല. അദ്ദേഹത്തിന് അതൊരു പ്രശ്നമായില്ല. കാരണം പ്രിൻസിപ്പളും ഇതേ പാർട്ടിക്കാരനാണ്. അന്ന് ഇലക്ഷൻ നടന്ന റിട്ടേണിംഗ് ഓഫീസറും ഇതേ പാർട്ടിക്കാരനാണ്. കേസ് എടുക്കാൻ തീരുമാനിക്കുന്ന ഡിവൈഎസ്പിയും അതിന് ചുക്കാൻ പിടിക്കുന്ന സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസറും എല്ലാവരും ഒരേ പാർട്ടിയാണ്. പിന്നെ KSUക്കാരുടെ പരാതി ആര് കേൾക്കണം? ആരാ കേൾക്കേണ്ടത്? അപ്പൊ ഞങ്ങൾ പ്രിൻസിപ്പൽക്കെതിരെ പ്രിൻസിപ്പൾക്ക് പരാതി കൊടുത്തു. റാങ്കിങ്ങിന് പരാതി എടുക്കണം എന്ന് പറഞ്ഞ റാങ്കിങ് കമ്മിറ്റി കൂടി, റാങ്കിങ് സെല്ല് കൂടി. ആ സെല്ലിന് മുമ്പ് ഡിജിറ്റൽ ഇത് ഉൾപ്പെടെയുള്ള വോയിസ് റെക്കോർഡ് ഉൾപ്പെടെയുള്ള വീഡിയോ ഉൾപ്പെടെയുള്ള പരാതികൾ പറഞ്ഞപ്പോ നടപടി എടുക്കാമെന്ന് പറഞ്ഞ് എല്ലാവരും വിട്ടാക്കി. ഉച്ചവരെ ഹിയറിംഗ് ഒക്കെ നടത്തിയിട്ട് പല പരീക്ഷകൾ നടക്കുമ്പോൾ വിദ്യാർത്ഥികൾ ഹിയറിംഗിൽ കൊണ്ടേയിരിക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞ് പരാതി എടുക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നപ്പോ 1-ാം തീയതി ഈ കോളേജ് ക്യാമ്പസ് തുറക്കുന്നതിന് മുമ്പേ അതിലൊരു കാര്യവുമില്ല, ഒരു കാരണവുമില്ല, പരാതി എടുക്കാൻ സാധിക്കില്ല എന്ന് അവിടുത്തെ ഈ റാങ്കിംഗ് സെല്ല് കമ്മിറ്റി പറയുക. പിന്നെ ക്യാമ്പസിൽ 1-ാം വർഷം വിദ്യാർത്ഥി ഇത് എവിടെ പോയിട്ടാ പരാതി കൊടുക്കുക ഈ ഒരു വിഷയത്തിന്?